റഷ്യയുടെ ബ്രയാൻസ് മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ ഫാക്ടറി ഉക്രൈന്റെ ATACMS ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഇത് എത്രത്തോളം വലിയ കാര്യമാണ് എന്ന് ചോദിച്ചാൽ, ഈ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചാൽ ബ്രയാൻസ് പ്രവിശ്യയുടെ 20% സ്ഥലങ്ങളിൽ വായു മലിനമാക്കപ്പെടും. ഇത് എത്ര തന്നെ ഒരു കെമിക്കൽ ഫാക്ടറി എന്ന് പറഞ്ഞാലും ഇതിന്റെ പ്രധാനപ്പെട്ട പങ്ക് റഷ്യൻ സൈന്യത്തിന് ആർട്ടിലറി ഷെൽസ് നിർമ്മിക്കുക, അവരുടെ MLS സിസ്റ്റത്തിന് ആവശ്യമായ മിസൈൽസ്, കെമിക്കൽ കോമ്പണന്റ്സ് നിർമ്മിക്കുക, ഇവയാണ് ഈ ഫാക്ടറിയുടെ പ്രധാനപ്പെട്ട ജോലി. ATACMS ഇവിടെ പ്രധാനപ്പെട്ട ഒരു നാശം സൃഷ്ടിച്ച അതേസമയം ഉക്രൈൻ അധികാരികളിൽ നിന്ന് മറ്റൊരു വിവരം പുറത്തുവന്നു. റഷ്യയുടെ ശ്രദ്ധ പോക്രോവോസിൽ മാത്രം അല്ല. ഞങ്ങൾ ഇത്രയും കാലം പോക്രോവോസിന്റെ പ്രതിരോധ നിരകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. റഷ്യയ്ക്ക് പോക്രോവോസ് മാത്രമാണ് പ്രധാനമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകളെ മറികടന്ന് റഷ്യ ഇപ്പോൾ അടുത്ത ഭാഗങ്ങളിലേക്ക് മുന്നേറാൻ തുടങ്ങിയിട്ടുണ്ട്. അഞ്ചാമതായി ഒരു പുതിയ പ്രവിശ്യ റഷ്യ കീഴടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ബ്രയാൻസ് കെമിക്കൽ പ്ലാന്റ് ഏകദേശം USSR കാലത്ത് നിർമ്മിക്കുകയും 50 വർഷത്തിലേറെ ഉപയോഗത്തിലായിരുന്ന ഒരു പ്രധാനപ്പെട്ട കെമിക്കൽ പ്ലാന്റ് റഷ്യയുടെ ഗ്രാൻഡ് ടൊറന്റോ. ഇങ്ങനെ നിരവധി MLR സിസ്റ്റംസ്, ഇവയെല്ലാം ഹൈമാസിന് സമാനമായി പറയുന്ന ആയുധ സംവിധാനങ്ങളാണ്. ഇവർക്ക് ആവശ്യമായ ആയുധങ്ങൾ, ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ, ആവശ്യമായ ക്ലസ്റ്റർ ബോംബ്സ് ഇവയെല്ലാം നിർമ്മിച്ചു നൽകുന്നത് ഈ ഫാക്ടറിയിൽ നിന്നാണ്. റഷ്യയുടെ പക്കലുള്ള ടോട്ടൽ പ്രൊഡക്ഷനിൽ 4% ഈ ഫാക്ടറിയിൽ നിന്നാണ് പുറത്തേക്ക് ഔട്ട്പുട്ടായി പോകുന്നത്. റഷ്യൻ സൈന്യത്തിന് അപ്പോ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതുമാത്രമല്ല 120 mm ഷെൽസും 155 mm ഷെൽസും കൂടുതൽ കെമിക്കൽ കോമ്പോസിഷൻ പോലുള്ള ബോംബുകളും ഇവിടെ നിന്നാണ് നിർമ്മിക്കുന്നത്. ഈ കെമിക്കൽ കമ്പോസിഷൻ എന്നതിനപ്പുറം കൂടുതൽ ഗൺ പൗഡേഴ്സ്, ബോംബുകൾക്ക് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ, മറ്റ് MLR സിസ്റ്റത്തിന് ആവശ്യമായ ഇന്ധനങ്ങൾ ഇവയെല്ലാം ഈ ഫാക്ടറിയിൽ നിന്നാണ് തയ്യാറാക്കുന്നത്. ഫിസിക്കലി പറയണമെന്നുണ്ടെങ്കിൽ പല 100 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു ഫാക്ടറി. ഇതിന്റെ പ്രധാന ഘടകങ്ങൾ തന്നെ കെമിക്കൽ സംബന്ധിക്കുന്നതാണ്, കൂടാതെ ആയുധങ്ങളും സംബന്ധിക്കുന്നത്. ഇന്നലെ ഇവിടെ ATACMS ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമിക്കുന്നു. ഇതിൽ വിഷ്വലി കൺഫേം ചെയ്തത് 14 എക്സ്പ്ലോഷൻസ് ആണ്. ഈ 14 എക്സ്പ്ലോഷൻസ് എന്നത് ക്ലസ്റ്റർ ബോംബ്സ് കാരണം സംഭവിച്ചതാണ്. നേരിട്ട് ബോംബ് തറയിൽ വീണ് പൊട്ടിത്തെറിച്ചത് 14 സ്ഥലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്. അവിടെയുള്ള റിപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ലോക്കൽ താമസക്കാർ എല്ലാവരും അത് ദൃശ്യങ്ങളായി എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനുമപ്പുറം ഈ ക്ലസ്റ്റർ വാർഹെഡ്സിന്റെ സ്ഫോടനം എന്നത് 60-ലധികം സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു ATACMS ലോഞ്ചറിൽ പല ക്ലസ്റ്റർ വാർഹെഡ്സ് ഉണ്ടാകും. അപ്പോ ഈ ആക്രമണത്തിൽ കുറഞ്ഞത് 15 മുതൽ 18 ATACMS മിസൈൽസ് എങ്കിലും ഉക്രൈൻ ഇവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലും രണ്ട് വിഭാഗത്തിൽ നിന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിനെ ആക്രമിച്ചു, ഇവിടെ ഡാമേജ് സൃഷ്ടിച്ചു എന്ന് റഷ്യ സ്ഥിരീകരിച്ചു. ഉക്രൈൻ സൈറ്റ്സിൽ നിന്നും റഷ്യക്കെതിരെ ഞങ്ങൾ ഇങ്ങനൊരു ആക്രമണം നടത്തി എന്ന് പറഞ്ഞു. പക്ഷെ ഏത് ലോഞ്ചേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഏത് രീതിയിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ആക്രമിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കൂടാതെ ടോപ്പ് സ്ട്രീം പൈപ്പ് ലൈൻ, കരിങ്കടലിലൂടെ റഷ്യയിൽ നിന്നും ഗ്യാസ് കൊണ്ടുപോവുകയും തുർക്കിയിൽ നിന്ന് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് അയക്കുന്ന ഒരു പദ്ധതി, ഇതിപ്പോഴും ആക്റ്റീവിലാണുള്ളത്. ഉക്രൈൻ അവരുടെ മുഴുവൻ ഗ്യാസ് സപ്ലൈസ്, റഷ്യയിൽ നിന്നും വരുന്ന ഗ്യാസ് സപ്ലൈസ് ഉക്രൈനിൽ കട്ട് ചെയ്തതിനു ശേഷം റഷ്യയിൽ നിന്ന് ഉക്രൈൻ വഴി പോകുന്ന മുഴുവൻ ഗ്യാസ് സപ്ലൈസും ഉക്രൈൻ അവസാനിപ്പിച്ചതിനു ശേഷം ഈ ഗ്യാസിന്റെ കംപ്രസർ യൂണിറ്റ് കരിങ്കടലിന്റെ ഈ കരപ്രദേശങ്ങളാണുള്ളത്. റഷ്യയിൽ നിന്നും ഗ്യാസ് ഇവിടെ കൊണ്ടുവന്ന് ആ പൈപ്പ് ലൈനിൽ അയക്കുന്നതിന് മുൻപ് മുഴുവനായും കംപ്രസ് ചെയ്ത് അയക്കും. അതുകൊണ്ട് അതിൽ ഉക്രൈൻ ഒരു ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതിനു ശേഷം അവിടെ വലിയ ആഘാതമൊന്നും സംഭവിച്ചില്ല. ഞങ്ങളുടെ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് വഴി ഞങ്ങളുടെ ആന്റി ഡ്രോൺ ഉപകരണങ്ങളും ഇതിനെ മുഴുവനായും ഡൗൺ ചെയ്തു. താഴെ വീണ ഡെബ്രിസ് കാരണം കോംപ്ലക്സിന് പുറത്ത്, ഈ ഗ്യാസ് കംപ്രസർ സ്റ്റേഷന് പുറത്ത് ചില ഫയർ ഉണ്ടായി. അതുകൂടാതെ വലിയ അപാകതയൊന്നും ഇല്ല, ഗ്യാസ് ഫ്ലോ ഒന്നും ഇല്ല എന്നും റഷ്യൻ അധികാരികൾ പറഞ്ഞു. അതുമാത്രമല്ല, ഇതുപോലെ ഉക്രൈൻ എനർജി ഗ്രിഡ്സിൽ, പ്രധാനമായും യൂറോപ്പിന് നൽകുന്ന ഗ്യാസ് സോഴ്സസിൽ ആക്രമിക്കുന്നത് ഒരു ഭീകര പ്രവർത്തനമായി പരിഗണിക്കണം. ഇങ്ങനെയും ഒരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ ഈ ജനുവരി മാസം 20-ാം തീയതിക്കുള്ളിൽ എസ്കലേഷൻസ് അധികമാകുന്നത് നിങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഇത്രത്തോളം കൂടുതൽ ATACMS മിസൈൽസ് ഒരേ സമയത്ത് ഉക്രൈൻ ഇതുവരെയും ഫയർ ചെയ്തിട്ടില്ല. അതും തുർക്കി വഴി പോകുന്ന ഗ്യാസ് സപ്ലൈസിനെ ഉക്രൈൻ ആക്രമിക്കണം എന്ന് ചിന്തിച്ചതും ഇതാദ്യമാണ്. നിങ്ങൾ തന്നെ കാത്തിരുന്ന് കാണുക. അടുത്ത ചില ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഗ്യാസ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഗ്യാസ് പൈപ്പ് ലൈൻ അറ്റാക്ക് റഷ്യയ്ക്കുള്ളിൽ ഉക്രൈൻ നടത്തും. ഇത് ഒരു ചെറിയ ഊഹം വെച്ച് മാത്രമല്ല പറയുന്നത്. നാറ്റോ സെക്രട്ടറി ടാറ്റോ ഒരു കാര്യം പറഞ്ഞു. ഉക്രൈൻ ഇപ്പോ സ്റ്റേബിൾ ആയ പൊസിഷനിലല്ല ഉള്ളത്. ഉക്രൈൻ നാളെ റഷ്യയുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഉക്രൈൻ ഒരു സ്ട്രോങ്ങസ്റ്റ് പൊസിഷനിലായിരിക്കണം.
ഉള്ളതിലും വളരെ സ്ട്രോങ് ആയ പൊസിഷനിലായിരുന്നാൽ മാത്രമേ നിങ്ങൾ ഞങ്ങളുടെ പ്രദേശം ഇത്ര പിടിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങളും ഇത്ര ഹോൾഡ് ചെയ്ത് വച്ചിട്ടുണ്ട്, നമുക്ക് നെഗോസിയേഷനിലേക്ക് പോകാം എന്ന ഒരു സംസാരം തന്നെ അവിടെ ഉയർത്താൻ സാധിക്കും. എന്നാൽ ഉക്രൈൻ ഇപ്പോഴുള്ള ഈ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഉക്രൈൻ നെഗോസിയേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേ അല്ല. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ്, അടുത്ത അധികാര മാറ്റം അമേരിക്കയിൽ സംഭവിക്കുന്നതിന് മുൻപ് ഉക്രൈൻ തീർച്ചയായും ഒരു വലിയ കാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. അപ്പോ ഉക്രൈൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അത് 20-ാം തീയതിക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഒരു ആളിക്കത്തൽ റഷ്യക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുവോ അതുപോലെ തന്നെ ഉക്രൈനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ അലൈസിന്റെ സംസാരം കേട്ട് ഇത് എസ്കലേറ്റ് ചെയ്യാതിരുന്നാൽ തന്നെ ഭാഗ്യം. റഷ്യ ഇപ്പോ അടുത്ത അപ്ഗ്രേഡ്സിനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈഡൻ അദ്ദേഹം ഓഫീസിൽ വിട്ട് പോകുന്നതിന് മുൻപ് ഒരുപാട് ഇന്റർവ്യൂസ് നൽകുക, പ്രസ് റിലീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പ്രധാനമായും പറഞ്ഞത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉക്രൈൻ ഇപ്പോഴും പരാജയപ്പെടാതിരിക്കുന്നുവെന്നുണ്ടെങ്കിൽ അതിന് എന്റെ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് കാരണം. ഇവിടെ ഞാൻ ഉക്രൈനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, ഞങ്ങൾ ഉക്രൈനിലേക്ക് പോകുന്ന സഹായങ്ങളെല്ലാം എല്ലാവരിൽ നിന്നും വാങ്ങി റീറൂട്ട് ചെയ്യാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഉക്രൈൻ എപ്പോഴേ പരാജയപ്പെട്ടിരിക്കും. അതുമാത്രമല്ല, ഞങ്ങളുടെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് കാരണം, ഞങ്ങളുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കാരണമാണ് വെറും 1-2 ദിവസത്തിൽ അവസാനിക്കേണ്ട ഈ യുദ്ധം, ശ്രദ്ധിച്ചു കേൾക്കുക, വെറും 1-2 ദിവസത്തിൽ അവസാനിക്കേണ്ട ഈ ഒരു യുദ്ധം ഇപ്പോഴും നീണ്ടുകൊണ്ടു പോകുന്നത്, ഉക്രൈൻ ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സത്യമാണ്. ലോകത്തിൽ റഷ്യക്ക് ഒരു പ്രത്യേക ഒരു ചിത്രമുണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ, റഷ്യൻ ഫെഡറേഷൻ, ഇങ്ങനെ ഇതൊരു വലിയൊരു ചിത്രമായിരുന്നു. എന്നാൽ ഉക്രൈനുള്ളിൽ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായതിനു ശേഷം, ഈ യുദ്ധം നീണ്ടുപോയപ്പോൾ മാധ്യമങ്ങളുടെ പവർ ഉപയോഗിച്ച് എത്രത്തോളം റഷ്യയെ താഴ്ത്തിക്കെട്ടാമോ, റഷ്യ എന്ന ആ ഒരു ചിത്രത്തെ എത്രത്തോളം നശിപ്പിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് നോക്കിയാൽ ഉക്രൈനിൽ വെസ്റ്റേൺ കൺട്രീസിന്റെ മാധ്യമങ്ങളുടെ ഒരു വലിയ വിജയമായി റഷ്യ ഉക്രൈൻ മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇവർ പറഞ്ഞ തന്ത്രപരമായ തീരുമാനങ്ങൾ, അതിൽ ഇവർക്കുള്ള പങ്കിനേക്കാളും ബ്രിട്ടനുള്ള പങ്കാണ് അധികം. അന്ന് തുർക്കിയിൽ സംഭവിക്കാനിരുന്ന സമാധാന ചർച്ചയിൽ കീവ് പിടിച്ചെടുക്കണമെന്നുള്ളതായിരുന്നു റഷ്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അന്ന് റഷ്യ പിന്നിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ സംസാരം കേൾക്കാതിരുന്നെങ്കിൽ സത്യത്തിൽ യുദ്ധം ഇത്രത്തോളം പോകുമായിരുന്നില്ല. അന്ന് റഷ്യയെ പല കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ അവിടെ നിന്നും പിൻവലിപ്പിച്ചു. അതിന്റെ ഫലമായിട്ടാണ് റഷ്യ 3 വർഷമായി യുദ്ധത്തെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത്. ഉക്രൈനും അതേ അവസ്ഥ തന്നെയാണ്. അന്ന് അവരുടെ സംസാരം കേട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും തലസ്ഥാനത്തെ പിടിച്ചെടുത്തതിന് ശേഷം റഷ്യ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഭരണമാറ്റം സംഭവിച്ചതിന് ശേഷം റഷ്യ അവിടെ നോക്കി പോകുമായിരുന്നു. അവിടെ ഒരു ന്യൂട്രലൈസേഷൻ, നാറ്റോ ന്യൂട്രലൈസേഷൻ സംഭവിച്ചിരിക്കുമായിരുന്നു. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നാറ്റോ ആയാലും അമേരിക്ക ആയാലും അവർ നൽകിയ വാക്കുകളൊന്നും പാലിച്ചിട്ടേയില്ല. അതുകൊണ്ട് റഷ്യ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ തുടങ്ങി. ഇപ്പോ അടുത്തൊരു സെക്യൂരിറ്റി ഗ്യാരണ്ടി റഷ്യക്ക് നാറ്റോ നൽകും എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നാറ്റോയെ എക്സ്പാൻഡ് ചെയ്യില്ല, ഉക്രൈനെ ഒരു മെമ്പറായി ചേർക്കില്ല, ഉക്രൈനുള്ളിൽ ആയുധങ്ങൾ നൽകില്ല, ഉക്രൈൻ ഞങ്ങൾ സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെ റഷ്യ വിശ്വസിക്കും? അല്ലെങ്കിൽ അവിടെ അതൊരു ഗ്യാരണ്ടി അവർക്ക് എടുക്കാൻ സാധിക്കുമോ? കാരണം ഇതുവരെയും അവർ പറഞ്ഞതൊന്നും പാലിച്ചിട്ടേയില്ല, പാലിക്കുന്നത് പോലുള്ള യാതൊരു സാഹചര്യവും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ റഷ്യയുടെ മിലിറ്ററി ഗോൾസ് സാറ്റിസ്ഫൈ ആകുന്നത് വരെയും ഈ യുദ്ധം അവസാനിക്കില്ല. അടുത്തത് പോക്രോവസ് ബാറ്റിൽ. ഈ പേര് നമ്മൾ 1 വർഷമായി കേൾക്കുന്നുണ്ട്. റഷ്യക്കായുള്ള വിജയം ഈ പോക്രോവേഴ്സിൽ ഒരല്പം മന്ദഗതിയിലാണ്. എന്നാൽ ഉക്രൈൻ അധികാരികളിൽ നിന്നും ഒരു പ്രസ്താവന പുറത്തു വന്നു. ഞങ്ങൾ പോക്രോവേഴ്സിൽ ഞങ്ങളുടെ പ്രതിരോധ നിരകൾ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. റഷ്യ തീർച്ചയായും അവിടെ ആക്രമിക്കാൻ പോവുകയാണ്. റഷ്യ ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നു എന്ന് കരുതി പോക്രോവേഴ്സിന്റെ ഔട്ട് ഓൺ സ്കേർട്സിലും പോക്രോവേഴ്സിന്റെ സൈഡ് വേഴ്സിലും ഞങ്ങൾ ഡിഫൻസീവ് ലൈൻ ശക്തമാക്കി. എന്നാൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ റഷ്യ ഞങ്ങൾ ഇവിടെ ഡൈവേർട്ട് ചെയ്തിട്ട് നിപ്രോവേഴ്സ് പ്രദേശത്തേക്ക് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ഡിഫൻസീവ് ലൈൻസ് മുഴുവനായും ഇപ്പൊ പോക്രോവേഴ്സിനെ ചുറ്റിയാണ് ഉള്ളത്. മറ്റ് പ്രദേശങ്ങളിൽ ചില ഡിഫൻസിനായിട്ടുള്ള പൊസിഷൻസ് മാത്രമാണ് ഉള്ളത്. ഞങ്ങൾ എല്ലാ സൈനികരെയും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ റഷ്യ ആക്രമിക്കാൻ തുടങ്ങിയത് നിപ്രോവേഴ്സിനെയാണ്. ഇത് എത്രത്തോളം വലിയ കാര്യമാണെന്ന് ചോദിച്ചാൽ, പോക്രോവേഴ്സിനെ മാത്രമാണ് ഒരു ലോജിസ്റ്റിക് ഹബ്ബായി ചിന്തിച്ചത്. ഇതിനെ കട്ട് ചെയ്താൽ സാബ്രോസേഷ്യ അല്ലെങ്കിൽ ഡോൺബോസ് റീജിയൻ, ഇവയ്ക്കുള്ള മുഴുവൻ ക്രിട്ടിക്കൽ സപ്ലൈസ് ലൈൻസും കട്ട് ചെയ്യാം. ഇതിനായിട്ടുള്ള യുദ്ധം ഇവിടെ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ റഷ്യ തന്ത്രപരമായി മറ്റൊരു കാര്യം ചെയ്തു. പോക്രോവേഴ്സിനായിട്ടുള്ള ബാറ്റിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ, പോക്രോവേഴ്സ് എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ ആണോ, അതിലും വളരെ പ്രധാനപ്പെട്ടതാണ് നിപ്രോവേഴ്സിന്റെ ഹൈവേ. അപ്പോ
പോക്രോവേഴ്സിനെ ആക്രമിച്ചാൽ ഈ മുഴുവൻ സ്ഥലത്തിന്റെയും ക്രിട്ടിക്കൽ ലൈൻസ് കട്ടാകും എന്ന് ചിന്തിച്ചു. അപ്പൊ എന്തുകൊണ്ട് പോക്രോവേഴ്സിനെ മാത്രം കട്ട് ചെയ്യണം? ഇവിടെ നിന്നും സപ്ലൈസ് അവിടേക്കാണ് പോകുന്നത്. അപ്പോ ഇവിടെ ആക്രമിക്കുന്നതിന് പകരം നേരെ അവിടെ ചെന്ന് ആക്രമിക്കുകയാണെങ്കിൽ ഈ മുഴുവൻ സപ്ലൈ ലൈൻസും കട്ടാകും എന്ന് ചിന്തിച്ച് അടുത്ത പ്രവശ്യ പ്രധാനപ്പെട്ട സ്ഥലമായ നിപ്രോവേഴ്സിൽ അവരുടെ ആർട്ടിലറി സ്ട്രൈക്സും എയർ സ്ട്രൈക്സും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉക്രൈൻ ചെയ്തതിലും വളരെ പ്രധാനപ്പെട്ട എസ്കലേഷനായി മാറിയിട്ടുണ്ട്. പോക്രോവേഴ്സ് ഉക്രൈനിൽ നിന്നും നഷ്ടപ്പെട്ടാൽ ഡോൺബോസിലെ സപ്ലൈസ് മാത്രമേ കട്ടാകൂ. ഇപ്പൊ നിപ്രോവേഴ്സിന്റെ ഹൈവേ ഉക്രൈൻ നഷ്ടപ്പെടുത്തിയാൽ ക്രിട്ടിക്കൽ സപ്ലൈസ് എന്തിന് ഭക്ഷണ വസ്തുക്കൾ പോലും ഉക്രൈൻ ഈ സാബ്രോസീഷ്യ ഫ്രണ്ടിൽ നിന്നും ഡോൺബോസ് റീജിയൻ വഴി ഏതൊരു ഹൈവേ ഉപയോഗിച്ചും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോ ഉക്രൈൻ ഒരു വലിയ പ്രശ്നത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. പോക്രോവേഴ്സിനെ ഡിഫെൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇവിടെയുള്ള സപ്ലൈസ് റീഷഫിൾ ചെയ്ത് നിപ്രോവേഴ്സിലേക്ക് കൊണ്ടുപോകുമോ? ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.